കേരളത്തില് മെസ്സിയും അതോടൊപ്പം കഴിഞ്ഞ ലോകകപ്പ് നേടിയ ടീം മുഴുവൻ, അർജന്റീന ടീം മുഴുവൻ കേരളത്തിൽ വരുമെന്ന് പറഞ്ഞ് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനം നടത്തി. വലിയ പ്രഖ്യാപനം മന്ത്രി നടത്തി. റിപ്പോർട്ടർ ടിവിയുടെ ഉടമ ആന്റോ അഗസ്റ്റിൻ നടത്തി. എന്നാൽ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു മെസ്സി കേരളത്തിൽ വരില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. ഇവരിപ്പം പറയുന്നുണ്ട് അടുത്ത വിൻഡോയിൽ വരുന്നു. ഒരു വിൻഡോയിലും മെസ്സി വരില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഈ മെസ്സിയുമായി ബന്ധപ്പെട്ട് ഇത്രത്തോളം വലിയ പ്രചരണം നടത്തി ഇതിന്റെ പിന്നിലുള്ള ഒരു ചേതോവികാരം എന്തായിരുന്നു? യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നലെ ഇതിനെപ്പറ്റി വിശദമായി ചർച്ച ചെയ്തു. കാരണം മെസ്സി വരുമോ ഇല്ലയോ എന്ന പേരിൽ ജനങ്ങളെ ആകെ മണ്ടന്മാരാക്കി, അല്ലെങ്കിൽ നവംബറിൽ മെസ്സി വരില്ല എന്നുള്ള കാര്യം കൃത്യമായി അറിഞ്ഞിട്ടും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ അത് പറയാതെ മെസ്സി വരും, മെസ്സി വന്നിരിക്കും, ഞങ്ങൾ ഇന്ന ആളുകളുമായിട്ട് ചർച്ചയിലാണ്, ഇന്ന് രാജ്യത്ത് ഇന്ന ആളുകളുടെ ചർച്ചയിലാണ്, ഇവിടെ AFAയുടെ പ്രതിനിധികളെ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ പങ്കുവെക്കുകയും മെസ്സി വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാനലിലൂടെ പ്രചാരണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവരുടെ ആ ഒരു എഫേർട്ടിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ കള്ളം പറയുന്നത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എതിർക്കുന്നത്. അപ്പോ ഇതിൽ കൃത്യമായി പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ജനങ്ങളെ ആകെ വിഡ്ഢികളാക്കി മെസ്സിയെ ഇവിടെ എത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിൽ ഇവർ നടത്തിയ നീക്കത്തിന് മുന്നിൽ എന്തായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ കേവലം ഇവർ ഒരു മെസ്സിയെ കൊണ്ടുവരുന്നു, മെസ്സിയെ കളിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിക്കുന്നു, അതിനുശേഷം ആ ഒരു കാര്യത്തെ അവർ വരുന്നില്ല എന്ന് പറയുമ്പോൾ ജനങ്ങളൊക്കെ ശരി അവർ വരുന്നില്ല, അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കാവുന്ന ഒരു കാര്യമല്ല ഇത് എന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. കാരണം കോൺഗ്രസ് നിർണായകമായ ചില ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ജിൻഡോ ജോൺ ഈ കാര്യത്തിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കലൂരുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാണ പ്രവർത്തികൾ ഇപ്പൊ നടക്കുന്നുണ്ട്. ഏകദേശം 80 കോടി രൂപ മുതൽ 130 കോടി രൂപ വരെ ആണ് ആ ഒരു നിർമ്മാണ പ്രവർത്തികൾക്ക് ചെലവ് വരിക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആര് പറഞ്ഞിട്ടാണ് ഈ നിർമ്മാണ പ്രവൃത്തി ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തത്? ഇതാണ് ചോദ്യം. ആരാണ് ഈ കരാർ ഏറ്റെടുത്തത്? ഏത് കമ്പനിയാണ് കരാർ ഏറ്റെടുത്തത്? സാധാരണഗതിക്ക് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ കരാർ ഏറ്റെടുക്കുന്ന സമയത്ത് എന്തൊക്കെ വേണം? ഈ പറയുന്ന പോലെ കൊട്ടേഷൻ കൊടുക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ കരാർ വിളിക്കേണ്ടതുണ്ട്. അങ്ങനെ പല തരത്തിൽ കാര്യങ്ങൾ നോക്കിയിട്ട് ഏറ്റവും സുതാര്യമായ ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള കരാർ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ ഇത് റിപ്പോർട്ടർ TV ആയി ബന്ധപ്പെട്ട് അതിന്റെ മുതലാളിയായിട്ടുള്ള ആന്റോ അഗസ്റ്റിൻ നേരിട്ട് അവർക്ക് തന്നെ കൊടുക്കുകയാണ്. ഈ കലൂർ നിർമ്മാണ പ്രവൃത്തി, കലൂർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തി അവർ തന്നെ സ്വയം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അതില് ഇന്ന് GCDA ചില വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനു മുമ്പ് GCDAയിലേക്ക് വരുന്നതിന് മുമ്പ് കോൺഗ്രസ് ചോദിച്ച പ്രധാന ചോദ്യം, ഈ മുട്ടൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന തട്ടിപ്പുകളുടെ, ഇപ്പം മാംഗോ ഫോൺ തട്ടിപ്പ്, അങ്ങനത്തെ പലതരം തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ എന്ത് വിശ്വസിച്ചാണ് സർക്കാർ ഒരു പരിപാടിയിൽ സഹകരിപ്പിക്കുന്നത്? കാരണം നിതിൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ആ കലൂർ സ്റ്റേഡിയത്തിലൂടെ ഉന്നത IPS ഉദ്യോഗസ്ഥനും ആന്റോ അഗസ്റ്റിനും കൂടി നടക്കുന്ന ചിത്രം, അതുപോലെ തന്നെ മന്ത്രിയും ആന്റോ അഗസ്റ്റിനും കൂടി പോകുന്ന ചിത്രം, ഇങ്ങനെയുള്ള ഒരു കേസിൽ എങ്ങനെയുള്ള ആന്റോ അഗസ്റ്റിനെ ഈ മുട്ടൽ മരമുറിയുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണത്തിന് അയാൾക്കെതിരെ റിപ്പോർട്ട് കൊടുക്കാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ധൈര്യപ്പെടില്ല? അതാണ് ഇവിടെ വേണ്ടത്. ആ സന്ദേശം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തത് അത് തന്നെയാണ് കോൺഗ്രസ് ചോദിച്ചത്. അങ്ങനെയുള്ള ഒരാളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കലൂർ സ്റ്റേഡിയം നവീകരിക്കാനും ഈ പറയുന്ന മെസ്സിയെ കൊണ്ടുവരാനും ഒക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒപ്പുവെച്ചത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് ചോദിച്ചു വരുമ്പോൾ തന്നെയാണ് GCDA ചില കാര്യങ്ങൾ പറയുന്നത്. അതായത് GCDAയുടെ യോഗം ചേരുന്ന സമയത്ത് സർക്കാരിന്റെ ഒരു പ്രപ്പോസൽ വരികയാണ്. സർക്കാർ പറയുന്നത്, സർക്കാരിന്റെ പ്രപ്പോസൽ അല്ല, സർക്കാരിന്റെ ഉത്തരവാണ് അവർക്ക് കിട്ടുന്നത്. കാരണം ഇങ്ങനെ മെസ്സി വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ഉടനെ തന്നെ സ്പോർട്സ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ സ്റ്റേഡിയം താൽക്കാലികമായി വിട്ടുകൊടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ വിട്ടുകൊടുക്കുകയും ആ സ്പോർട്സ് അതോറിറ്റിയും അതുപോലെ തന്നെ ഈ റിപ്പോർട്ടർ TVയുടെ ഉടമയുമായിട്ടുള്ള ആന്റോ അഗസ്റ്റിനും തമ്മിലുള്ള കരാറാണ് പിന്നീട് നടക്കുന്നത്. ഇതിൽ കരാർ എവിടെയാണ്? ഇവർ പറയുന്നു കരാർ ഉണ്ട് എന്ന്. എന്ത് കരാറാണുള്ളത്? എവിടെയാണ് കരാർ ഉള്ളത്? ഏതാണ് കരാർ? പൊതുജന സമക്ഷം ഇവർ ഇതുവരെ കരാർ പുറത്തുവിടില്ല. അപ്പൊ ഇപ്പൊ പറയുന്നത്, ഇന്ന് അതിനിടയ്ക്ക് സർക്കാരിൽ നിന്ന് നിർണായകമായ ഒരു വിവരം പുറത്തു വന്നു. ആ വിവരം എന്ന് പറയുന്നത് 80 കോടി രൂപയിലധികം മുടക്കിയിട്ടാണ് കലൂർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കളി കഴിഞ്ഞാലും ഈ സ്റ്റേഡിയത്തിൽ ഉടമസ്ഥാവകാശത്തിൽ, അതായത് ഈ സ്റ്റേഡിയം നടത്തിപ്പിന്റെ അവകാശത്തിൽ തങ്ങൾക്ക് കൂടി പങ്കാളിത്തം ഉണ്ടാകുമെന്ന് ഇവർ കരാറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആരോട് ചോദിച്ചിട്ടാണ് ഈ കരാർ സർക്കാർ ഒപ്പിട്ടത്? ഈ കരാർ സർക്കാർ ഒപ്പിടുമ്പോൾ തന്നെ കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാനും സ്പോർട്സ് വകുപ്പും സർക്കാരും എല്ലാം കൂടെ ഒത്തുചേർന്നുകൊണ്ട് GCDAക്ക് ഒരു നിർദ്ദേശം കൊടുക്കുന്നു. അവരുടെ അണ്ടറിലുള്ള സ്റ്റേഡിയമാണ്, അവരോട് തന്നെ എന്ത് ചെയ്യുന്നു, അവര് പോലും അറിയാതെ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അവർ സർക്കാർ പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് അവർ ചെയ്യുന്നു. പിന്നീട് കാണുന്നത്
ഈ ഒരു സ്റ്റേഡിയം ഇവരുടെ, അതായത് ഈ കളി കഴിഞ്ഞാലും സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് അവകാശം ആർക്കുണ്ടാവും? റിപ്പോർട്ടർ ടിവിയുടെ മുതലാളിമാർക്കുണ്ടാവും എന്നുള്ളതാണ്. ഇത് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ലേ? കാരണം നമ്മുടെ സ്പോർട്സ്, അതായത് നമ്മുടെ പല കളികളും പല കാര്യങ്ങളും നടക്കുന്ന കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന് പറയുന്നത് നമ്മുടെ സ്വത്താണ്. അത് സർക്കാരിന്റെ കീഴിലാണ് ഉണ്ടാവേണ്ടത്. തീർച്ചയായിട്ടും. അത് എങ്ങനെയാണ് ഒരു സ്വകാര്യ മുതലാളിക്ക് എഴുതി കൊടുക്കാൻ പറ്റുക? ഇവർ സ്വകാര്യവൽക്കരണത്തിനെതിരെ നിരന്തരം സംസാരിക്കുന്ന ആളുകൾ. ഇത് വലിയ തട്ടിപ്പല്ലേ നടന്നിരിക്കുന്നത്. വലിയ എന്താണ്, ഒരു മാനദണ്ഡവും പാലിക്കാതെ ഇയാൾക്ക് കരാർ കൊടുക്കുന്നു, അതിനുശേഷം അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ആ പ്രവർത്തികൾ നടക്കുന്നത് പോലും എങ്ങനെയാണെന്നുള്ള സംശയം നമുക്കുണ്ട്. ആരാണ് പ്രവർത്തികൾ നടത്തുന്നത്? എന്താണ് അതിന്റെ പിന്നിലെ കാര്യം? ഈ ഫണ്ട് എവിടെ നിന്നാണ്? ഇതിന്റെ ഫണ്ട് എവിടെ നിന്നാണ് വരുന്നത്? ഇതൊന്നും സുതാര്യമല്ലല്ലോ. അപ്പോ നമ്മൾ ഇപ്പൊ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, മെസ്സി വരും എന്ന് പറഞ്ഞൊരു നറേഷൻ ഉണ്ടാക്കിയതിനു ശേഷം ഈ പറയുന്ന സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവൃത്തി നടത്തി ആ സ്റ്റേഡിയം പതുക്കെ തങ്ങളുടെ കൂടെ നടത്തിപ്പ് അവകാശത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കെണിയായിരുന്നോ ഇവിടെ ഒരുങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചർച്ചയായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. ഇപ്പൊ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മന്ത്രി ഉണ്ടല്ലോ, അബ്ദുറഹ്മാൻ മാധ്യമങ്ങളോടൊക്കെ പൊട്ടിത്തെറിക്കുക. മറ്റേ ഭാഷയിലെ മറുപടി പറയണത്. അത് ഏത് ഭാഷയാണ്? അത് പറയണ്ടേ? കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു മന്ത്രി മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ നിന്നോട് മറ്റേ ഭാഷയിലാണ് മറുപടി പറയേണ്ടതെന്ന് പറയണം മന്ത്രി. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് പേടി സീറ്റ് വാങ്ങി മത്സരിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കറിയാം ഇനി എന്തായാലും മന്ത്രിസ്ഥാനം കിട്ടാൻ പോകുന്നത്, എനിക്കൊന്നും പേടിക്കാനില്ല എന്നുള്ളത്. പക്ഷെ ഇവനെ പോലുള്ള ആൾക്കാരെ പിടിച്ച് മന്ത്രിയാക്കുന്ന ആളുകളെ വേണം എന്ത് ചെയ്യാൻ, ആദ്യം കൈകാര്യം ചെയ്യാൻ. അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഇല്ല, എന്താ തോന്നുന്നത്? വല്ലാത്തൊരു ചക്കരക്കുടത്തിൽ പലരും കൈയിട്ടിട്ടുണ്ട്. ഇപ്പൊ പാർത്ഥൻ ഇത് പറയുമ്പോൾ നമ്മൾ സംശയിക്കേണ്ട, ശരിക്കും ഈ മെസ്സി സംഘവും ഇത് അറിഞ്ഞിരുന്നോ എന്ന ചോദ്യം കൂടി ആളുകൾ ഉന്നയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം കൊച്ചി രാജ്യാന്തര സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം ജനങ്ങളുടെയും ഒരു സ്വത്തായി നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ്. അത്രത്തോളം കേരളത്തിന്റെ കായിക വളർച്ചയ്ക്ക് ഒരുപാട് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളും ഫുട്ബോൾ മത്സരങ്ങളും നടന്ന ആ സ്റ്റേഡിയം ഒരു സ്വകാര്യ കമ്പനിക്ക് കൈമാറാനുള്ള, അല്ലെങ്കിൽ ഒരു സ്വകാര്യ കമ്പനിക്ക് നടത്തിപ്പ് അവകാശം അവർക്ക് കൂടി ഉൾപ്പെടുത്തുന്ന രൂപത്തിൽ സംസ്ഥാന സർക്കാർ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ കലൂർ സ്റ്റേഡിയത്തിന്റെ ഇരുഭാഗങ്ങളും, സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന വഴിയുടെ ഇരുഭാഗങ്ങളിലുമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. അതിൽ തണലേകിയ മരങ്ങളിൽ പലതിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇവർ എവിടെ പോയിക്കണേ മരങ്ങളിൽ കണ്ടുവെക്കുന്ന കൂടി ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുക. കാരണം മുട്ടിൽ ഒരു വനത്തിന്റെ ഭൂരിഭാഗം അവർ നശിപ്പിച്ചു. ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ തണലേകിയ ഒരുപാട് ആളുകൾ രാവും പകലുമില്ലാതെ അവിടെ വന്നിരിക്കുന്ന ആ മരങ്ങളുടെ പല ശിഖരങ്ങളും മുറിച്ചു മാറ്റിയിരിക്കുന്നു. അത് ഇനി തളർത്ത് വരുമോ നമുക്ക് കണ്ടറിയാൻ പതുക്കെ മുറിച്ചു മാറ്റും. ഇത് വരാനിരിക്കുന്ന കാലത്തെ കച്ചവട കണ്ണ് മുൻകൂട്ടി കണ്ടുകൊണ്ട് നടത്തിയ ഒരു ഇടപെടലാണോ എന്നുകൂടി ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കോടികളുടെ അഴിമതി എന്തായാലും ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. ഈ അഴിമതിക്ക് ചുക്കാൻ പിടിച്ചത് റിപ്പോർട്ടർ TV ഉടമകൾ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ അടക്കം വലിയ പിന്തുണ ഈ അഴിമതിക്ക് ഉണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടക്കേണ്ട സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കണം. തീർച്ചയായിട്ടും CBI പോലുള്ള അന്വേഷണ ഏജൻസി അന്വേഷിക്കണം. തീർച്ചയായും കേരളത്തിലെ ജനങ്ങളെ മെസ്സി വരുമെന്ന് പറഞ്ഞ് അബ്ദുറഹിമാൻ പറ്റിച്ചു. കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹിമാൻ പറ്റിച്ചു. മാധ്യമങ്ങളോട് പോലും ധിക്കാരത്തോടു കൂടി ധാർഷ്ട്യത്തോടു കൂടി അദ്ദേഹം പെരുമാറണമെങ്കിൽ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. ആ കബളിപ്പിക്കൽ മാത്രമല്ല, കലൂർ സ്റ്റേഡിയം അടക്കം വിൽപ്പനയ്ക്ക് വെച്ച സർക്കാരാണ് കേരളത്തിലുള്ളത്. നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും, കലൂർ സ്റ്റേഡിയം വിൽപ്പനയ്ക്ക് വെച്ച സർക്കാർ കേരളം ഭരിക്കുകയാണ്. കാരണം GCD അറിയാതെ, അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലിന്റെ ജില്ലാ പ്രസിഡന്റ് PV ശ്രീനിജൻ MLA ആണ്, അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഒരു സംവിധാനം ഒന്നും അറിയാതെ ആന്റോ അഗസ്റ്റിനും സർക്കാരും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള വിൽപ്പന കരാർ, വിൽപ്പന പത്രമാണ് നിർമ്മിച്ചത് എന്ന് നമുക്ക് അന്വേഷിക്കണം. CBI അന്വേഷിക്കണം. മെസ്സിയുടെ പേരിൽ വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു. ഇപ്പൊ കോഴിക്കോട്ട് ഒരു ബൈക്ക് റേസിംഗ് നടത്താനുള്ള തീരുമാനം മന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മെസ്സി വരുന്നതാണ് പറഞ്ഞത്, അവിടെ സൽമാൻ ഖാൻ വരുമെന്നാണ് പറഞ്ഞത്. എന്തായാലും സെലിബ്രിറ്റികളെ ഉപയോഗിച്ചുള്ള തട്ടിപ്പിന് വലിയ സ്കോപ്പ് ഉണ്ടെന്ന് അബ്ദുറഹ്മാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ബീഡി കച്ചവടത്തിൽ നിന്ന് തട്ടിപ്പിലേക്ക് അബ്ദുറഹ്മാൻ മാറിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ സൂചിപ്പിച്ചതുപോലെ ദേശീയ ഒരു ഏജൻസി, CBI പോലുള്ള ഒരു ഏജൻസി ഇത് അന്വേഷിക്കണം. എന്തായാലും കലൂർ സ്റ്റേഡിയം വിൽക്കാനുള്ള തീരുമാനത്തിനെതിരെ നാളുകളിൽ വലിയ ജനപ്രക്ഷോഭം ഉയർന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും.